ഇഷ്കിൻ്റെ മുഹബത്ത് ഭാഗം 5 രചന അർപ്പിത. ഞാൻ പേടിച്ചാണ് റൂമിനകത്ത് കയറി. എനിക്കപ്പോൾ നല്ല സമയമായോണ്ട് ആൾ റൂമിലില്ലായിരുന്നു. ഹാവു ഇപ്പോഴാശ്വാസമായി. ഇല്ലേ അവൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയേനെ. ആരുമില്ലാത്ത സ്ഥിതിക്ക് റൂമൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി ഞാൻ ചുറ്റും കണ്ണോടിച്ചു. എൻ്റെ കൃഷ്ണ, ഇത് റൂമാണോ? എന്താ ഒരു വൃത്തി! ഇതിലും വൃത്തിയുണ്ട് എൻ്റെ വീട്ടിലെ സ്റ്റോറും. എല്ലാം അവിടെയും ഇവിടെയും വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ആൾതാമസമുള്ള ഒരു ഫീലും തോന്നില്ല. റൂമിൻ്റെ ഒത്ത നടുക്കായി ബെഡ്, അതിന് നെറ്റിട്ടിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ബാത്റൂം, അതിന് ചേർന്ന ഡ്രസ്സിങ്ങും ബ്യൂട്ടീഷ്യനുമായിട്ട് കുറച്ച് ഏരിയ. അവിടെ ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അലമാരയും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ ബുക്കുകൾ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നു. അതിന് താഴെയും ഒരു ടേബിൾ വിത്ത് ചെയർ. പിന്നെ പഠിക്കാനൊക്കെ ആയിട്ട് ടേബിളിൽ ലാമ്പും ഉണ്ട്. ആ സൈഡിൽ തന്നെയായിട്ട് പുറത്തേക്കൊരു വിൻഡോ സെക്ഷൻ ഉണ്ട്. കണ്ടാൽ വിൻഡോ ആണെന്ന് തോന്നുമെങ്കിലും അത് തുറന്നാൽ ബാൽക്കണി പോലെയാണ്. ടോട്ടലി എല്ലാം കൊണ്ടും കൊള്ളാം. ബട്ട് കുറച്ച് വൃത്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. സാരമില്ല, ഒരു ദിവസത്തെ പണിയുണ്ട്. അങ്ങനെ എല്ലാം നിരീക്ഷിച്ച് ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 11 മണി. ഈ ടൈമിൽ വീട്ടിലായിരുന്നതിൽ 5-6 ഉറക്കമുറങ്ങിയേനെ. അങ്ങനെ നോക്കി ബെഡിലിരുന്ന് ഞാനെപ്പോഴും ഉറങ്ങിപ്പോയി. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് കാർത്തിക്കുള്ളത് അവന് കൈയോടെ കൊടുത്തപ്പോഴാ പകുതി ആശ്വാസമായി. അല്ല, പണ്ടേ കടമൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ അവിടെയും ഇവിടെയും കറങ്ങി റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ശില്പ വിളിക്കുന്നത്. രാവിലെ വിളിക്കാത്തതിൻ്റെ പരാതി പറച്ചിലായിരുന്നു. ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉറക്കി വന്നപ്പോൾ സമയം 12 മണി. ഒരുവിധം എല്ലാം ഓക്കെ ആക്കി റൂമിൽ ചെന്നപ്പോൾ വാതിൽ മലർക്കി തുറന്നിട്ട് അവൾ കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്ന ഉറക്കം കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല, ചുരുണ്ടുകൂടി അട്ടയെപ്പോലെ. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് മെത്തയിൽ സുഖിച്ചുറങ്ങണ്ട. ഞാൻ അവൾ കിടന്ന ആ പുതപ്പെടുത്ത് ഒറ്റ വലി. ബെഡിൻ്റെ അറ്റത്ത് കിടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊത്തോമെന്ന് പറഞ്ഞതാ കിടക്കുന്ന താഴെ. അമ്മേ എന്നൊരു വിളിയെ കേട്ടുള്ളൂ. പിന്നെ ഒരനക്കവുമില്ല. ഇനി കാറ്റ് പോയോ? പോണെങ്കിൽ പോട്ടെ. ഇവൾക്ക് ഇട്ട് ഒരു ചവിട്ട് കൊടുക്കണമെന്ന് അന്നേ വിചാരിച്ചതാ. ഞാൻ അതൊന്നും മൈൻഡാക്കാതെ തലയിൽ കൂടി പുതപ്പ് മൂടിക്കിടന്നു. നടുംപുറത്ത് നല്ല ഇടി കിട്ടിയപ്പോഴാണ് ഞാൻ താഴെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മേ, മുകളിൽ കിടന്ന് ഞാനെപ്പോഴും താഴെ വന്നു. അയ്യോ, എന്തൊരു വേദന! ഞാൻ നടുവും താങ്ങിപ്പിടിച്ച് എണീറ്റ് നോക്കിയപ്പോൾ അല്ലേ കാര്യം മനസ്സിലായി. എനിക്ക് പണി തന്നിട്ട് മൂടിപ്പൊതിച്ച് കിടക്കിയ ആ കോന്തൻ. അവളുടെ അനക്കമൊന്നുമില്ലല്ലോ എന്ന് കരുതി പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ നടുവിന് കൈയും കൊടുത്ത് പെണ്ണ് ഭദ്രകാളിയെപ്പോലെ നോക്കി പേടിപ്പിക്കുക. എന്തായിട്ട് ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ? ഓഹോ, ഇപ്പം ഞാൻ നോക്കിയതാ കുറ്റം. താൻ ചെയ്തത് ശരിയല്ലേ? പെണ്ണ് കലിപ്പ് മോടില്ല. അബി, നീ സൂക്ഷിച്ചോ. ഇവൾ വാ തുറന്നാൽ നാട്ടുകാർ മുഴുവൻ ഓടി വരും. എന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? പാവം, ഒന്നും ചെയ്തില്ല. എൻ്റെ യഥാർത്ഥ സ്വഭാവമായിരുന്നതിൽ തന്നെ എടുത്ത് പുറത്തിട്ടേനെ. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ്. വെച്ചിരുന്നതിൽ നീ എന്ത് ചെയ്യും? ഒന്ന് പോടി കോപ്പി. മനഃപൂർവ്വം തന്നെയാണ് നിന്നെ തള്ളിയിട്ടെ. അന്നേ നിനക്ക് നല്ലത് തരണമെന്ന് കരുതിയതാ. ഇപ്പോഴാ ടൈം കിട്ടിയ. അവളൊന്നും മിണ്ടിയില്ല. പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് കൂടുതൽ ഞെളിയൊന്നും വേണ്ട. ആദ്യമേ പറഞ്ഞേക്കാം, വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രമാണ് നിന്നെ കിട്ടിയത്, അല്ലാതെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. എന്നിൽ നിന്ന് ഭർത്താവെന്ന ഒരു സ്നേഹവും പരിഗണനയും നിനക്ക് കിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് വീട്ടിൽ തിരിച്ചു പോകാവുന്നതാണ്. അത്രയും പറഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. അവൻ്റെ വാക്കുകളുള്ളിൽ നീറ്റിലുണ്ടാക്കിയെങ്കിലും നീണ്ട ഡയലോഗ് അടിച്ച് അങ്ങനെ പോയാൽ തിരിച്ചു മറുപടി പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ സഞ്ജു? ഹലോ, അങ്ങനെ അങ്ങ് കിടന്നാലോ? ഞാൻ പറയുന്നത് കേട്ടിട്ട് അവൻ തിന്നെ നോക്കി. അതെ, ഞാനും തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എൻ്റെ വിധി എന്ന് പറയുന്നതാണ് ശരി. പിന്നെ പറഞ്ഞല്ലോ സ്നേഹമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം തൻ്റെ സ്നേഹം? തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് താലി കെട്ടുന്നതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. പിന്നെ വീട്ടിൽ പോണ കാര്യം എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അല്ല പിന്നെ പോകാനല്ലേ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. എല്ലാം മനസ്സിലാക്കിയത് സന്തോഷം. ഇനി എനിക്ക് ഉറങ്ങാലോ. കൂടെ കളിയാക്കിയതാണ്. ഇനിയും തിരിച്ച് മറുപടി പറഞ്ഞ് സീൻ കോൺട്രാക്കണ്ടെന്ന് കരുതി കിടക്കാൻ പോയതും അടുത്ത ഡയലോഗ്. എൻ്റെ ബെഡിൽ കിടക്കുകയോ എൻ്റെ സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. എന്നിട്ട് പുതപ്പ് മൂടി വിശാലമായി നെറ്റ് വലിച്ചിട്ട് ഒരു കിടപ്പങ്ങ് കിടന്നു. ആര് വരുന്നു കിടക്കാനും തൊടാനും? പോകുമ്പോൾ എല്ലാം അങ്ങ് കൊണ്ട് നടക്ക്. അവൻ്റെ ഒരു ബെഡ് സ്വർണം കൊണ്ടല്ലോ ഉണ്ടാക്കിയ. അവൻ്റെ ഡയലോഗ് കേട്ടില്ലേ? എന്തൊരഹങ്കാരം!
ആ ദേഷ്യത്തിൽ ബെഡിലൊരു ചവിട്ട് കൊടുത്തു. ആ, എൻ്റെ കാൽ വേദനിച്ചത് മിച്ചം. അവൻ്റെ ഒരു അനക്കവുമില്ല. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതെ എൻ്റെ ഡ്രസ്സെല്ലാം കൂട്ടിയെടുത്ത് ഒരു മെത്ത പോലെയാക്കിയിട്ട് വിൻഡോ സൈഡിൽ കിടന്നു. അവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റും കിട്ടും. പാവം ഞാൻ, എൻ്റെ വിധി. ഉറക്കം ഇന്നലെ പൊളിയായിരുന്നത് കൊണ്ട് നേരത്തെ എണീറ്റു. എന്തായാലും അത് നന്നായി. ഫസ്റ്റ് ഇംപ്രഷൻ മോശമായില്ല. പിന്നെ ഡ്രസ്സെല്ലാം വാരിക്കൂട്ടി ബാഗിലാക്കിയിട്ട് കുളിക്കാനായി പോയി. നോക്കുമ്പോൾ അഭിസാർ നല്ല ഉറക്കമാ. ഉറങ്ങുമ്പോൾ എന്താ നിഷ്കളങ്കത. ഹോ, ഇനിയും നിന്നാൽ ശരിയാവില്ല. ഈ മഹാൻ എണീറ്റാൽ ഇനി കുളിക്കരുതെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ ഓട്ടമായിരുന്നു. കുളിച്ച് റെഡിയായി വന്നിട്ടും സാറുറക്കം തന്നെ. ഞാൻ വേഗം താഴേക്ക് ചെന്നു. നോക്കുമ്പോൾ ഹാളിൽ അച്ഛനിരുന്ന് പത്രം വായിക്കുന്നു. ഞാൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. 2-3 തവണ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയോടും മാമയോടും നല്ല കൂട്ടാ. അച്ഛനും നോക്കി ചിരിച്ചു. അവിടെ നിന്ന് നേരെ ഞാൻ കിച്ചണിലേക്ക് പോയി. അവിടെ അമ്മയൊക്കെ കുക്കിംഗ് ചെയ്യുന്ന തിരക്കില്ല. ആഹാ, പുതുപ്പെൺ നേരത്തെ എണീറ്റോ? ഞാൻ അകത്തേക്ക് ചെന്നതും അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിന്ന ഒരു ആൻറ്റി എന്നോട് അങ്ങനെ ചോദിച്ചേ. ആരാ എന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ലെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുത്തു. മോൾക്ക് മനസ്സിലായില്ലേ? ഇത് അബിയുടെ അച്ഛൻ്റെ പെങ്ങളാ, ഗീത. ഓ, ഇപ്പോൾ പിടികിട്ടി. അബിയേട്ടൻ്റെ അമ്മായി. അമ്മ എന്തെങ്കിലും സഹായിക്കണോ? ചുമ്മാ പൂശാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ എനിക്ക് പണിയൊന്നും അറിയില്ല കേട്ടോ. അത്യാവശ്യം ഒക്കെ കല്യാണം പ്രമാണിച്ച് പഠിച്ചെന്നേ ഉള്ളൂ. വീട്ടിലൊന്നും ചെയ്യാറില്ല. എന്നാൽ ഇനി അങ്ങനെ പറ്റില്ലല്ലോ. വേണ്ട മോളെ, ഇന്നിപ്പോൾ സഹായത്തിന് ഗീതയൊക്കെ ഉണ്ടല്ലോ. മോൾ ഈ ചായ കുടിക്ക്. ആഹാ, എന്ത് സ്നേഹമുള്ള അമ്മായി. അതുപോലെ ഗീതമ്മായി. എന്നോട് അങ്ങനെ വിളിക്കാനാ പറഞ്ഞേ. അല്ലേ ഫുൾ കൺഫ്യൂഷൻ ആകും. അമ്മായിമാർ കുറേയുണ്ടേ. കാണാൻ ഗൗരവക്കാരി ലുക്കുണ്ടെങ്കിലും സംസാരിച്ചപ്പോൾ പാവമെന്ന് മനസ്സിലായി. പിന്നെ പണ്ടേ വാചകമടിച്ച് എല്ലാവരെയും പാട്ടിലാക്കാൻ ഞാൻ മിടുക്കിയ. അതുകൊണ്ട് തന്നെ ഗീതമ്മയുടെ ഫുൾ ഡീറ്റെയിൽസ് അടിച്ചു മാറ്റി. ഇവിടെ കുറച്ചപ്പുറത്ത് തന്നെയാ വീട്. ഹസ്ബൻഡ് മരിച്ചുപോയി, ഒരു ആക്സിഡന്റ്. മോനുണ്ട്, നന്ദഗോപാൽ, നന്ദേട്ടൻ. മൂപ്പരെപ്പോഴും ടൂറില്ല. വീട്ടിൽ കാണുന്നത് പോലും അപൂർവമാണ്. അതുകൊണ്ട് അമ്മായി മിക്കവാറും ഇവിടെ തന്നെയാ. ആൾ കല്യാണത്തിന് പോലും വന്നില്ല. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി. ആമയെ കണ്ടില്ലല്ലോ. അവൾക്കിന്ന് കോളേജ് തുറക്കല്ലേ. സോ ഫസ്റ്റ് ഡേ എന്നും പറഞ്ഞ് രാവിലെ ഒരുങ്ങാൻ കയറിയതാണ്. ഇതുവരെ ഒരു വിവരവുമില്ല. ഓ, ഞാനത് പറയാൻ മറന്നു കേട്ടോ. അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷനായി, ബികോമിന്. നമ്മളെ സബ്ജക്റ്റ് ആണല്ലോ. ഇപ്പോൾ വന്ന് ബികോംകാരെ തട്ടി നടക്കാൻ വയ്യാതെയായി. ഞാനൊന്ന് നോക്കിയിട്ട് വരാമേ. അമ്മായി രണ്ടും കൂടി സംസാരിച്ചിരിക്കുക കേട്ടോ. ചായ കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ചിട്ട് പോകാൻ പോയതും അമ്മ പുറകെന്ന് വിളിച്ചു. മോൾ എന്തായാലും പോകല്ലേ, ഈ കോഫി അബിക്ക് കൊടുക്ക്. എഴുന്നേൽക്കുമ്പോൾ കോഫി കിട്ടിയില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും. ഞാൻ കോഫി വാങ്ങി. അതെന്താ, ചായ കുടിക്കില്ലേ? ഇല്ല, കോഫിയെ കുടിക്കൂ. വേറൊന്നും കൊടുത്തില്ലെങ്കിലും കോഫി മസ്റ്റാ. ഓഹോ, കോഫി മസ്റ്റ് അല്ലേ? കാണിച്ചു തരാം. ഓ, അതിനെന്താ, ഞാൻ കൊടുത്തോളാം. അതും വാങ്ങി ഞാൻ നേരെ റൂമിലേക്ക് പോയി. ചെന്നപ്പോൾ ആൾ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. അവിടെ എങ്ങും കണ്ടില്ല. അയ്യ, കോഫിയെ കുടിക്കൂ. ഇന്ന് മോൻ അങ്ങനെ കോഫി കുടിക്കണ്ട. ഞാൻ അതിൽ കുറച്ച് പൗഡർ വാരിയിട്ടു. എന്നിട്ട് പേനയിട്ട് കലക്കി. എന്നോടാ മോൻ്റെ കളി. രാവിലെ ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ ആ വായാടിയെ റൂമിലൊന്നും കണ്ടില്ല. ആ, അതെന്തായാലും നന്നായി. ഇല്ലേൽ അതിൻ്റെ മുഖം കണിയണ്ട് ഇന്നത്തെ ദിവസം കുളമായനെ. അങ്ങനെ ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ അതാ നിൽക്കുന്ന കോഫിയുമായി. ഈ പെണ്ണിന് ധാവണിയിലാണോ പെറ്റത്? അമ്മ തരാൻ പറഞ്ഞു. അതും പറഞ്ഞ് കോഫിയും അവിടെ വെച്ചിട്ട് പോയി. ഞാൻ പിന്നെ ഓഫീസിൽ പോകേണ്ട ടൈമായോണ്ട് അവളോടൊന്നും പറയാൻ നിൽക്കാതെ കോഫി എടുത്ത് വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ. ഒറ്റ തുപ്പായിരുന്നു. പെണ്ണ് രാവിലെ പണി തന്നതാ. തുപ്പിയിട്ട് പുറത്തേക്ക് നോക്കിയതും എന്നെ നോക്കി ചിരിക്കുക. ഡി, ഞാൻ ദേഷ്യത്തോട് വിളിച്ചതും പെണ്ണൊറ്റ ഓട്ടമായിരുന്നു. പക്ഷെ ഓടുന്നതിനിടക്ക് ഓളുടെ തുപ്പട്ട വാതിൽ കുടുങ്ങി. ഹഹാ, ഇപ്പോഴാണ് അതിനോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നത്. അവൾ അതെടുത്ത് പോകാൻ നിന്നതും അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് ഒറ്റ വിളിയായിരുന്നു. കോഫി കുടിച്ച് തുപ്പുന്ന എക്സ്പ്രഷൻ ഒന്ന് കാണാൻ വേണ്ടി ആ വാതിക്കൽ മറഞ്ഞു നിന്നേ. ആഹാ, ഒന്ന് കാണണമായിരുന്നു. പാവക്ക ജ്യൂസ് കഴിച്ച പോലെ. ചിരി കടിച്ചു പിടിച്ചെങ്കിലും അറിയാതെ വോളിയം കൂടിപ്പോയി. ആ കോന്തൻ എന്നെ കണ്ടു. നോക്കിയ നോട്ടം കണ്ടാൽ അറിയാം മോളെ പണി കിട്ടും. ഡി എന്ന് വിളിച്ചു വന്നതും ഓടാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ നാശം, ഡ്രസ്സ് പണി തന്നു.
കുടുങ്ങിയ ദുപ്പട്ട എടുത്തോണ്ട് ഓടാൻ പോയതും ചെക്കൻ കയ്യിൽ പിടിച്ച് ഒറ്റ വിളിയായിരുന്നു അകത്തേക്ക്. പ്രതീക്ഷിക്കാതെ ആയോണ്ട് നേരെ പോയി അവൻ്റെ നെഞ്ചിൽ തന്നെ വീണു. എന്തെന്നറിയില്ല, ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വന്നു. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സൗണ്ട് പോലും പുറത്തു വരുന്നില്ല. എന്നെ കുറച്ചുകൂടി ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ ഒരു കൈ പുറകോട്ട് തിരിച്ചു പിടിച്ചു. ആ, എന്തൊരു വേദന! ആ, വേദനിക്കുന്നു, കൈവിട്. വേദനിക്കുന്നുണ്ടോ? നന്നായിപ്പോയി. എന്ത് തോന്നിവാസമാടി കാണിച്ചു വെച്ചിരിക്കുന്നേ. ഞാൻ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് വിട്. ഞാൻ മറ്റേ കൈ കൊണ്ട് നെഞ്ചിലിടിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും പിടുത്തം മുറുക്കുകയല്ലാതെ ഒരു മാറ്റവുമില്ല. പാവം ഇല്ല പിള്ള, ഒന്നും അറിയില്ല. എന്ത് വടി നീ കോഫിയിൽ ചെയ്തു വെച്ചേ? ഞാൻ എന്ത് ചെയ്തു? അമ്മയാ തന്നു വിട്ടെ. എനിക്കൊന്നും അറിയില്ല. മര്യാദയ്ക്ക് കൈവിട്. എനിക്ക് വേദനിക്കുന്നു. ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞു. എന്നാൽ ആ കൂറ എന്നെ നോക്കി അതേ നിൽപ്പ് തന്നെ. ഇത്രമാത്രം നോക്കാൻ എൻ്റെ മുഖത്ത് ഫിലിം ഷോ നടക്കുന്നുണ്ടോ? എന്തടാ, ഇതിന് മുൻപ് എന്നെ കണ്ടില്ലേ? ഇനിയും പിടിവിട്ടില്ലേ ഞാൻ വിളിച്ചു പോകും. അവളെ മുഖത്ത് മിന്നിമറിയുന്ന എക്സ്പ്രഷൻ നോക്കി നിൽക്കുകയായിരുന്നു. കാണാൻ നല്ല ചന്തമുണ്ട്. കുഞ്ഞു പിള്ളേരെ പോലെ ചുണ്ടയ്ക്ക് കോട്ടി പുരികമൊക്കെ ചൊളിച്ച് നോക്കുന്ന നോട്ടം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അങ്ങനെ മതിമറന്ന് നിന്നപ്പോഴാണ് അവൾ വിളിച്ച് കൂവുമെന്ന് പറഞ്ഞത്. തീർന്നില്ല, അതിനു മുമ്പേ അവൾ വാ തുറന്നു. അമ്മേ! എന്തൊരുച്ചയാ! ചെവി വരെ അടിച്ചു പോകും. വീണ്ടും വിളിക്കാൻ തുടങ്ങിയതും ഞാൻ വാവുത്തി. ഇവൾക്ക് നാണവും മാനവും ഇല്ലെങ്കിൽ എനിക്കുണ്ട്. അവരെങ്ങാനും കയറി വന്ന ചേ ഡി മിണ്ടാതിരിക്കെ. അപ്പോഴേക്ക് പെണ്ണ് കയ്യിൽ ഒറ്റ കടിയായിരുന്നു. പട്ടികൾ വരെ തോറ്റുപോകും. എന്തൊരു തരിപ്പ്! ഞാൻ പെട്ടെന്ന് കൈവലിച്ചതും ബാലൻസ് കിട്ടാതെ അവൾ പിന്നിലേക്ക് മറിഞ്ഞതും വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഷർട്ടിൽ പിടിച്ചതും രണ്ടും കൂടി തറയിൽ വീണതും ഒറ്റ സെക്കൻഡിലായിരുന്നു.